അടുത്തത് ഞാൻ നമ്മുടെ ജെറിൻബായിലേക്കാണ് വരുന്നത്. ജെറിൻബായി, നമ്മുടെ കോളോ ആപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ സെഗ്മെന്റിൽ ഒരു മൊബൈൽ ആപ്പ് നമ്മുടെയൊക്കെ ഫോൺ തുറന്നാല് നമ്മുടെയൊക്കെ ഇഷ്ടത്തിനും നമ്മുടെയൊക്കെ കംഫേർട്ട് അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി നൂറുകണക്കിന് ആപ്പുകൾ നമ്മുടെ മെമ്മറി അനുസരിച്ച് ഉണ്ട്. ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട ജെറിൻബായോട് ചോദിക്കാനുള്ളത്, ഒരു കൺസ്ട്രക്ഷൻ സെഗ്മെന്റില് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രമായി ഒരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഇവിടുത്തെ ഒരു സൊസൈറ്റി വെൽക്കം ചെയ്തത് എന്നുള്ളതും ഇന്ന് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുമാണ് അറിയേണ്ടത്. Firstly, thank you for the invite. Really inspired by Damn Sure journey. ഒരു കസ്റ്റമർ നീഡിനെ ചേസ് ചെയ്തുകൊണ്ടുള്ള 20 വർഷത്തെ ജേർണി, ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സീ ദാറ്റ്, ആൻഡ് ദാറ്റ് ടു ദർ ഇസ് എ ഗ്രേറ്റ് ബ്രാൻഡ് എമർജിംഗ് ഫ്രം കേരള. Hope to learn from some of those lessons and replicate in our journey at Polo also. Construction industry India $200 billion residential construction only is a $200 billion business. But ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിക്ക് and കഴിഞ്ഞ 2017 onwards we can see Jio has given internet to everyone, right? And നമ്മൾ ഇന്റർനെറ്റിന്റെ പവർ എന്താണെന്നുള്ളത് ഓരോ ആൾക്കാരും മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ ന്യൂസ് കാണാനും അതിനുശേഷം ഇനീഷ്യലി അത് ന്യൂസ് കാണാനും ചാറ്റ് ചെയ്യാനും ഉപയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു. മേജർ സിറ്റീസിൽ ഫുഡ് ഡെലിവറി ചെയ്യാനും ഉപയോഗിക്കുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് മൊബൈൽ ഫോൺ, റൈറ്റ്? ആ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ആളുടെ ലൈഫിലെ ഡ്രീം എന്ന് പറയുന്ന ഹോം, അതിലേക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്ത് അവര് വളരെ കുറച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും അതിലേക്ക് കടന്നു വരിക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന് എങ്ങനെ ഒരു ഫസ്റ്റ് ക്ലാസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാന്നുള്ള ഒരു ജേർണി, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. മറ്റ് ഹൊറിസോണ്ടൽ സോഷ്യൽ മീഡിയ എല്ലാ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പല സോഷ്യൽ മീഡിയകളുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. അതിലുപരി കൺസ്ട്രക്ഷനെ ഒരു ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആൻസർ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾ സ്റ്റിൽ അറ്റ് ഡേ 0 ആണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ എല്ലാവരുടെ അടുത്തൊന്നും പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഒരു കസ്റ്റമറിന് വീടിനെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കാണിച്ചു കൊടുക്കാനും അതിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതിൽ നിന്ന് ഇവൻച്വലി കസ്റ്റമറിന് ഡിഫറെന്റ് ആക്ഷൻസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, വാട്ടർ പ്രൂഫിംഗ് എക്സ്പെർട്സ് ആയിക്കോട്ടെ, ബ്രാൻഡ്സ് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ നല്ല വർക്കിനെ ഷോക്കേസ് ചെയ്ത് കസ്റ്റമറിലേക്ക് അവരുടെ സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ കഥകൾ എത്തിച്ച് കൂടുതൽ ബിസിനസ് നേടുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ജസ്റ്റ് ഷോ ഓഫ് ഫാൻസ്, ഈ ക്രൗഡിൽ എത്ര പേർക്ക് കോലോ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്? ഒരു സോ ഈ ഇൻഡസ്ട്രിയിലെ പ്രോബ്ലംസ് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഡാം ഷുവർ ആയിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് സെഗ്മെന്റിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ഇന്നോവേഷൻസ് നമ്മളെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ നിങ്ങളെയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു.
ഇന്ന് എത്രയാണ് നമ്മുടെ ഡൗൺലോഡ് കൗണ്ട്? സോ ഇപ്പം ഞങ്ങൾ ഈ കേരളത്തിലും ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ് 4 സ്റ്റേറ്റ്സിൽ നമ്മൾ ഇപ്പോൾ ഉണ്ട്. കേരളത്തിലായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. ഓക്കെ. ആക്ച്വലി മലപ്പുറം, എറണാകുളമാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ഇപ്പോ മോർ ദാൻ 50 lakh ഡൗൺലോഡ്സ് ഉണ്ട്. 50 lakh. ഓ ഗ്രേറ്റ്. 50 ലക്ഷം ഡൗൺലോഡ് കഴിഞ്ഞ ഒരു ആപ്പ്. സ്ഥലം ബേസിക്കലി ഫ്രം നാട് ഞാൻ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ. വലിയൊരു ഹാപ്പിനെസ് ആണ്. നമ്മുടെ നാട്ടുകാരൻ, പെരിന്തൽമണ്ണക്കാരൻ ഒരാളാണ് ഇതിന്റെ ഫൗണ്ടർ എന്നുള്ളത്. യെസ്, താങ്ക് യു ജെറിമി. എനിത്തിങ് മോർ ടു ആഡ്? No. യെസ്, ഓക്കെ, താങ്ക് യു. യെസ്, നമ്മൾ കൺസ്ട്രക്ഷനിലെ ഏറ്റവും മേജർ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തു. തൊട്ട് ശേഷം നമ്മളൊരു ആപ്പിലേക്ക് വരുമ്പോൾ ആളുകളുടെ കൺസേണുകൾ നമ്മൾ അഡ്രസ്സ് ചെയ്തു.